എവിടെയാ പഠിച്ചത്? പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മള് 6 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിൽക്കലായിരുന്നു. അപ്പോൾ സ്കൂൾ പോണ്ടേ? ഞാന് എന്താണ് നാട്ടില് സ്കൂളിൽ ചേരും, അവിടെ പോകുന്നിട്ട് എന്നിട്ട് ഓൺലൈൻ ക്ലാസ് ചെയ്യലായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. ഓക്കെ, ഗുഡ്, വണ്ടർഫുൾ. എവിടെയാ താമസിച്ചത് ദുബായിൽ? നമ്മള് ആദ്യം ഷാർജയിലായിരുന്നു, ആ, ഇപ്പൊ ദുബായിലായി. അൽക്കൂസില്, ഐ അൽക്കൂസിൽ. തിങ്ക് ഇന്റർനാഷണൽ സിറ്റി ഇല്ലേ. ഓക്കെ, ഞാൻ കുറേ പ്രാവശ്യം, എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാളും കൂടുതൽ ഹൈദരാബാദിൽ നിന്ന് യാത്ര ചെയ്ത് ദുബായിക്കായിരിക്കും. ഉം. അവിടെ ഒരു ഇത് എല്ലാ സ്കൂൾസിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. സാധാരണ ആ. കേരളത്തിലൊരു കുട്ടി ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നത് പോലെ കോണ്ടാക്ട് ചെയ്ത് ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതൊക്കെ കാണാറില്ല. സോ അത് കാണുമ്പോൾ വളരെ സന്തോഷം, വളരെ റെയറായിട്ട് കാണുന്ന മലയാളികളുടെ ഒരു സ്വഭാവമാണ്. ഗുഡ്, സന്തോഷം. പിന്നെ ഇപ്പൊ മോള് റിപ്പീറ്റ് ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്തല്ലോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാ മണ്ടത്തരം. ഓക്കെ, ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? നമ്മള് നമ്മുടെ ബെസ്റ്റ് ചെയ്ത കിട്ടുന്നൊരു അതിപ്പോ വിശ്വാസം ഏത് ഉണ്ട്. ചെയ്താലും മതി. ഇപ്പം ഉം. ലോകത്തിലെ ഏറ്റവും നല്ല ജോലി എന്തായിരിക്കും? അറിയില്ല. ഏറ്റവും നല്ല ജോലി എന്താ? അങ്ങനെ ഉണ്ടോ? പിന്നെ അറിയില്ല. അവനവൻ ഇഷ്ടപ്പെട്ട ജോലിയാണ് ഏറ്റവും നല്ല ജോലി. ആണോ അല്ലയോ? ആണ്. എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുമ്പോൾ എത്ര സമയം എടുത്താലും എനിക്ക് മടുക്കില്ല. ആ. അതേ സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്ത്, അപ്പൊ ഏതാ ഏറ്റവും നല്ല ജോലി എന്ന് ചോദിച്ചാൽ അവനവൻ ഇഷ്ടമുള്ള ജോലിയാണ് ഏറ്റവും നല്ല ജോലി. ഉം. ഓക്കെ, ഇപ്പൊ പ്രൈം മിനിസ്റ്ററുടെ ജോലി നല്ലതാണ്, അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ. അതൊരു ഹരായിട്ടാണ് അവർ ആ പൊസിഷനിൽ എത്തുമ്പോൾ ചെയ്യുക. ഓക്കെ, ഈ സാധാരണ ഏഹ്, ഏറ്റവും നല്ല ജോലിയുള്ള ഒരാള് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമല്ലോ ഒരാളെ. ഉം. ആരെയാ മോള് കണ്ടിട്ടുള്ളത്? അങ്ങനെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ കൂടുക. ഇപ്പൊ ഡോക്ടർമാരെ കാണുമ്പോൾ നമുക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടാവാൻ. എൻ്റെ ഒരു മരുമകൻ ഡോക്ടറാണ്. ആ. മരുമക്കൾ കുറേ പേര് ഡോക്ടർമാരാണ്. അതിലൊരു ഒരു ഞാൻ ക്യാമ്പ് നടത്തുമ്പോൾ കുട്ടികളുടെ ക്യാമ്പ് ഉണ്ടാവും. മോളെ പോലുള്ള കുറേ പേര് ഗൾഫിൽ നിന്നാണ് മിക്കവാറും എൻ്റെ കൂടെ ആൾക്കാർ വന്ന് താമസിക്കുക. ഉം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ഹോളിഡേയിൽ അവർ വരുമ്പോൾ ഞാൻ നടത്താറുള്ള ക്യാമ്പിൽ എൻ്റെ കൂടെ, കാരണം ഗൾഫിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളെ അറിയും, അപ്പോൾ അവരെൻ്റെ കൂടെ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉം. കമ്പനി ഉണ്ടാവില്ല, അപ്പോൾ അവരെൻ്റെ കൂടെ 10 ദിവസം വന്ന് താമസിക്കും. അപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് എൻ്റെ മരുമകൻ. ഒരു ദിവസം അവൻ ഡോക്ടറാണ്. അവൻ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ഡോക്ടറായത്, എങ്ങനെ ആഗ്രഹം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു ഡോക്ടർ ക്ലാസ് എടുക്കാൻ വന്നു, അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡോക്ടർമാരായ നല്ല ഭംഗി ഉണ്ടാവും, നല്ല ഗെറ്റപ്പ് ഉണ്ടാവും, ഉം. അവർ നീറ്റായിട്ടാണ് നടക്കുക, അല്ലേ? ആ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം. അപ്പോൾ ഓരോരാളുടെയും ആഗ്രഹം ഉണ്ടാവുന്നത്, ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയോട് ആരാവണം എന്ന് വെച്ചാൽ ഡ്രൈവർ ആവണം. എന്താ കാരണം? അവൻ കാണുന്നത് ഡ്രൈവ് ഡ്രൈവിംഗ് ഓടിക്കാൻ ഭയങ്കര കണ്ടിട്ട് ത്രില്ലിംഗ് പരിപാടിയാണ്. അത് ഇവിടെ എന്റെ അനിയനോട് ചോദിച്ചാൽ പറയും എനിക്ക് ഓട്ടോ ഡ്രൈവർ. അതങ്ങനെയാണ്, കാരണം അവൻ ഡെയിലി കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് മനസ്സിലായില്ലേ മോക്ക്? ആ. അപ്പം നമ്മള് ആരെ കാണുന്നു എന്നനുസരിച്ചിട്ടാണ് അവരാവണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ ഉം. ഫ്ലൈറ്റിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവും പൈലറ്റ് ആവണമെന്ന്, ഉം. അല്ലെങ്കിൽ സിനിമയിൽ കാണും സിനിമക്കാരനാവണമെന്ന ആഗ്രഹം. എന്തുകൊണ്ടാണ്? സിനിമയിൽ നമ്മൾ അവരെ സിനിമ. പലപ്പോഴും ആ. കാണുമ്പോഴാണ്. പക്ഷെ സിനിമ ഷൂട്ടിംഗ് സ്ഥലത്ത് പോകുമ്പോഴാണ് മനസ്സിലാവുക അങ്ങനൊന്നുമില്ല. അയാളെ കൊണ്ട് 10 പ്രാവശ്യം 100 പ്രാവശ്യം പണിയെടുപ്പിക്കുന്ന ഡയറക്ടറാണ് അയാളെക്കാളും പവർഫുൾ. അയാൾക്ക് ഉം. ശമ്പളം കൊടുക്കുന്നതാണ്. ഇപ്പൊ മമ്മൂട്ടിനെ മമ്മൂട്ടിയാക്കുന്നത് ഏതോ ഡയറക്ടറാണ്, അയാൾക്ക് പൈസ കൊടുക്കുന്നത് ഒരു ഉം. പ്രൊഡ്യൂസറാണ്. അപ്പൊ അയാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളാവണോ അല്ല അയാളാവണോ? പണിയെടുപ്പിക്കുന്ന ആള്. അല്ലേ? അപ്പോ സിനിമ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവുക നടനെക്കാളും നല്ലത് ഡയറക്ടർ ആവുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഡയറക്ടറെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളാണ് പ്രൊഡ്യൂസർ. ഇനി ആ പ്രൊഡ്യൂസറെക്കാളും നല്ലത് അയാൾ പൈസ കടം മേടിച്ചിട്ടായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക. കടം കൊടുത്ത ആള്. കടം കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരാളാണല്ലോ. ഞാൻ ഈ മോളോട് സംസാരിച്ച പോലെ ഇതുവരെ സംസാരിച്ചില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ മൂഡാണ്, ആ ദിവസം അങ്ങനെയാ പറയാം. ഇപ്പൊ ഞാൻ സാധാരണ പറയാം, നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ 4 ക്വാഡ്രൻസ് എന്ന് പഠിക്കൂലേ, എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്
ആരെങ്കിലും തരുന്ന ഒരു ജോലി ശമ്പളത്തിൽ നമ്മൾ ചെയ്യാം. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് കുറെ ആൾക്കാരെ എൻ്റെ കീഴിൽ പണിയെടുപ്പിക്കുക. മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ കുറെ കമ്പനികൾ വെച്ചിട്ട് അതൊക്കെ മാനേജ് ചെയ്യാൻ കുറെ ആൾക്കാരെ നിർത്തുക. അതാണ് അംബാനി. അവർക്കൊന്നും ഓരോ കമ്പനീന്റെ പണിയൊന്നും ശരിക്കും അറിയണ്ട, പക്ഷെ അവരുടെ കീഴിൽ കുറെ കമ്പനികളുണ്ട്. ഇനി അതിനേക്കാളും റിച്ച് ആയിട്ടുള്ള ആളാരാന്നറിയോ? ഈ അംബാനിയൊക്കെ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ട് സ്റ്റോക്കിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അവരുടെ തറവാട്ടിലുള്ള പൈസ വെച്ചിട്ടൊന്നല്ല അവർ കളിക്കുന്നത്. കുറെ ആൾക്കാർ പൈസ കൊടുക്കും. അപ്പൊ അത്തരം ആൾക്കാരാണ്. അപ്പൊ അത് ചെറിയ പൈസയായാലും എന്റെ പൈസ ഞാൻ ആർക്കും കൊടുക്കണു, വീട്ടിൽ മിണ്ടാണ്ടിരിക്കണു, പൈസ വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ലാസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ റിച്ച് ആവുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഓക്കെ, റിച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാശുണ്ടാക്കാനാണെന്ന് പറയണം. ഫൈൻ. അപ്പൊ ഏതിനാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുക? എളുപ്പം കിട്ടലല്ല, അതിപ്പൊ കിട്ടണോ കുറച്ച് വൈകിട്ട് നല്ല പോലെ കിട്ടണോ എന്നാണ്. രണ്ടാമത്തെ കാര്യം, കുറെ പൈസ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും അല്ല ജീവിതം. ഓക്കെ, നല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം എന്താ ഉണ്ടാവുക? പല സ്ഥലത്തും പോയി കാണാം, എന്നിട്ട് അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാം. അങ്ങനെ കുറെ പൈസ ചെലവാക്കും. ചെലവാക്കാണ്ട് കുറെ പൈസ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ പൈസ ചെലവാക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം ഉണ്ടാവുക, പൈസ ഉണ്ടാക്കുമ്പോഴാണ്. ആർജിതേ ദുഃഖം, പൈസ ഉണ്ടാക്കുന്നതും ദുഃഖാണ്, വ്യയേ ദുഃഖം, ചെലവാക്കുന്നതും ദുഃഖാണ്, സൂക്ഷിച്ചു വെക്കുന്ന അതിനേക്കാളും ദുഃഖമാണ്. എപ്പോഴാ കള്ളം കട്ടുകൊണ്ടുപോകാൻ പേടി. അങ്ങനെയുള്ളവരൊക്കെ പലരും ഉണ്ടാക്കിയവരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ. നേരെ ചൊവ്വയൊന്നും കാശുണ്ടാക്കിയാൽ കുറെ കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന എല്ലാ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇതൊന്നും എന്റെ പൈസ കൊണ്ടല്ല ഞാൻ താമസിക്കുന്നത്. എന്നെ ക്ലാസ്സിന് വിളിക്കും. ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ വെറും 70 രൂപയൊക്കെ എന്റെ പേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എയർപോർട്ടിൽ ആൾ വരും പിക്കപ്പ് ചെയ്യാൻ, എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കും, ഭക്ഷണം മേടിച്ചു തരും. ഓക്കെ, അവിടുന്ന് എനിക്ക് കുറെ ദറംസ് കിട്ടുമ്പോൾ ഞാൻ ആരുടെയെങ്കിലും പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും. കാരണം എന്നെക്കാളും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരായിരിക്കും ചിലപ്പോൾ എന്നെ കൊണ്ട് നടക്കുന്നവർ. മനസ്സിലായോ? അങ്ങനെ ഇതുവരെ ദുബായി പോയിട്ട് 5 പൈസ പോലും നാട്ടിലേക്ക് കൊണ്ടുവരാത്ത ഒരാളുണ്ടെങ്കിൽ ഞാനായിരിക്കും. അതല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ ഞാൻ ആരുടെ കൂടിയാ താമസിക്കുന്ന വെച്ചാൽ അവിടുത്തെ മക്കൾ ആരുടെ കൊടുക്കും. ഇപ്പൊ റിസേനെ പോലെ ഇതേ 12ാം ക്ലാസ് പഠിക്കുന്ന മരുമക്കളുടെ മക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ അപ്പൂപ്പനായ. ഓക്കെ, അപ്പൊ അവരുടെ പോക്കറ്റ് മണി ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. കാരണം ആ ധറംസ് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. മനസ്സിലാവണം. അപ്പൊ നമുക്ക് വേണ്ടത് റെക്കഗ്നീഷൻ. ഇപ്പൊ റിസ എന്നെ വിളിച്ചത് ഞാൻ യൂട്യൂബിൽ കണ്ടു, അല്ലേ? ആണോ അല്ലയോ? അതെ. അപ്പൊ ഞാനിപ്പോ പൊന്നാനിയിൽ വരുന്ന സമയത്ത്, പൊന്നാനിയിൽ വന്നാല് എനിക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ട, താമസിക്കാൻ സ്ഥലം അന്വേഷിക്കണ്ട. ആണോ അല്ലയോ? അങ്ങനെ കുറെ പേരുണ്ട്. എനിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. അത് നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചെലവഴിക്കുന്ന സമയം വേറെ ആർക്കെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുമ്പോൾ അവര് നമുക്ക് തരുന്ന ഒരു റിട്ടേൺ ആണ്. അപ്പൊ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അതിനേക്കാളും വേണ്ടത് എനിക്ക് പൈസയുള്ള ആൾക്കാരെ അറിഞ്ഞാൽ മതി. അപ്പൊ നാളെ റിസ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് റിസ നല്ലൊരു ലെവലിലെത്തി എന്ന് വിചാരിക്കും. ഞാനാണ് വഴിതിരിച്ചു വിട്ടു എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വഴിയിലാണ് റിസ വരുന്നത്. എന്നിട്ട് റിസക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടി, ഉറപ്പായിട്ടും അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ പേരുണ്ട് ഡോക്ടർ TPS. അപ്പൊ ഞാൻ പൈസക്കാരനാവണോ അല്ല എന്റെ സമയം ബാക്കിയുള്ളവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെലവഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാഡ്രന്റിൽ, ലാസ്റ്റ് ക്വാഡ്രന്റിൽ പൈസ മാത്രമല്ല നമ്മുടെ സമയവും ചെലവഴിക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർക്ക് ഉപകാരമുള്ള പണി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ കുറെ പ്രായം കൂടുമ്പോൾ, അത് കുറെ കാലത്തെ എക്സ്പീരിയൻസ് കഴിയുമ്പം that will come back as return. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മോളെ. അത് ഒരു ഹോട്ടലിൽ വെച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ സൗണ്ട് അത്ര ക്ലിയർ അല്ല.
ഉം. ഓക്കെ, ശാലിനി കശ്യപ് എന്ന് പറഞ്ഞൊരു സ്ത്രീ. ഉം. അവര് വി കണക്ട് എന്ന് പറഞ്ഞിട്ട്, വി കണക്ട് എന്നാണ് മാഗസിന്റെ പേര്. അത് ആഹ്, ഇന്ത്യയിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഇപ്പൊ ജിൻഡാൽ എന്ന് പറയുന്ന കമ്പനി, സ്റ്റീൽ ഉം. ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അയാൾക്ക് സ്വന്തം എയർപോർട്ട് അടക്കമുണ്ട്. എയർക്രാഫ്റ്റ് മാത്രമല്ല, എയർപോർട്ട് അടക്കമുണ്ട് അയാൾക്ക്. ഉം. ജിൻഡാൽ എന്നാണ് എയർപോർട്ടിന്റെ പേര് പോലും. ഉം. ഓക്കെ, ആ അതിന്റെ മുതലാളിയാണ് ഒരു ദിവസം ഒരു കവർ പേജിൽ ഉണ്ടായിരുന്നത്. അയാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഉം. അങ്ങനെയുള്ള പ്രസിദ്ധന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഹൈദരാബാദിൽ. അവർ ഒറിജിനലി പഞ്ചാബിയാണ്, ഡൽഹിയിലാണ് താമസിച്ചത്. ഹൈദരാബാദിൽ വന്നിട്ട് 5-8 കൊല്ലായി. കഴിഞ്ഞ വർഷം 2023 ജൂലൈ മാസം അങ്ങാണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഒരു കൊല്ലം മുമ്പ്. പക്ഷെ ഞാൻ അവർക്ക് സമയം കൊടുത്തിട്ടില്ല. ഹൈദരാബാദിൽ തന്നെയാണ്. ഉം. അവരെപ്പോ വേണമെങ്കിൽ റെഡി ആയിരുന്നു വരാൻ. അപ്പൊ ഓരോ സമയത്ത് പറയുമ്പോഴും, ഇപ്പൊ റിസ വിളിച്ച സമയത്ത് അതേ സമയത്തായിരിക്കും അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ ഇന്ന് ഞാൻ ഫ്രീ അല്ല, ഞാൻ സമയം റിസക്ക് കൊടുത്തു എന്നാണ്. കാരണം ഞാൻ റിസ ഉം. എന്ന് പറയുന്ന പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് എൻ്റെ മുമ്പിൽ ഉം. വരുന്നത്. ആ കുട്ടിയെക്കാളും വലുതല്ല എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. അപ്പൊ എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഉണ്ടാവുന്നതാണ്. ഇപ്പം ഇസ്രോയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് എൻ്റെ ചെയർമാൻ മാധവൻ നായരാണ്. ഉം. ആ മാധവൻ നായർ ചെയർമാനായിട്ട് അയാൾക്ക് പത്മശ്രീയോ എന്തോ കിട്ടിയ സമയത്ത് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉം. അയാൾക്ക് സ്വാഗതം പറയാൻ ഞാനാണ് അന്ന്. ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ഗ്ലോബൽ സമിതി ചെയർമാനുമായിരുന്നു. അന്ന് വിളിച്ച സമയത്ത് ഞാൻ എൻ്റെ നോട്ടീസിൽ പേരൊക്കെ അടിച്ചു, സ്വാഗതം ഡോക്ടർ TPS എന്നൊക്കെ അടിച്ചു. അതേ ദിവസം എനിക്ക് അടുത്ത സ്കൂളിൽ 40 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇത് വേണ്ട വെച്ച് അങ്ങോട്ട് പോയി. ഉം. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചെയർമാൻ വരുമ്പോൾ സ്വാഗതം പറയുന്നത്, അതും പത്മശ്രീ കിട്ടിയ ഒരാൾക്ക്, കുറേ പ്രസിദ്ധന്മാരെയൊക്കെ കാണും. ഞാൻ പറഞ്ഞു അവരൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല, അവർക്കും ഗുണമില്ല. പക്ഷെ ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ 40 കുട്ടികളെ കണ്ടാൽ ചില കുട്ടികൾക്ക് ഗുണമുണ്ടെങ്കിൽ, ഉം. ഏന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം എന്നാണ്. ഞാൻ ഭഗവാനായിട്ട് ഈശ്വരനായിട്ട് സങ്കല്പിക്കുന്നത്, എന്നെ കൊണ്ട് റിസക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉം. ആ ഗുണം മോക്ക് ഗുണമായിട്ട് ഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എന്നിൽ ഭഗവാൻ എനിക്ക് ആശീർവാദമായിട്ട് തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് സ്വത്തായിട്ട് വരും, പ്രസിദ്ധിയായിട്ട് വരും. ഓക്കെ, പിന്നെ മൂന്നാമത് വേണ്ടത് സുഖമാണ്, സന്തോഷം. സ്വത്തുണ്ടായാലും സുഖം ഉണ്ടാവണമെന്നില്ല, പ്രസിദ്ധന്മാരായാലും സുഖവും സന്തോഷം ഉണ്ടാവണമെന്നില്ല, അല്ലേ? അതിനേക്കാളും വേണ്ടത് എന്താ? ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇപ്പം റിസയോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും റിസ കേൾക്കുന്നുണ്ട്, തലയാട്ടുണ്ട്, ഇഷ്ടമില്ലെങ്കിലും. റിസ ചോദിക്കാൻ വന്നത് ഞാൻ എന്തിന് ചേരണം എന്നാണ്, എന്നിട്ട് ഇയാൾ എന്തൊക്കെയോ ആണ് പറയണത്. ഇല്ലില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ബിടെക്കിന് ഏതിലാ ചേരണ്ടെന്ന് പറയും. ഇല്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഉം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ വന്ന കാര്യം പറ. അപ്പൊ ഇന്നലെ വന്ന മിഞ്ഞാന്നാണ് പിന്നെ ശാലിനി വന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഇന്റർവ്യൂവിന് വന്നതാണ്. കാരണം അതിനാണല്ലോ ആദ്യം എന്നോട് സമയം ചോദിച്ചത്. പക്ഷെ നമ്മൾ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് കുറെ പറഞ്ഞു പോയി. അതിന്റെ അവസാനം കമന്റിൽ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ, അത് വായിക്കണം. അതെന്താ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ, എന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടല്ല, പാകിസ്ഥാനിൽ നിന്ന് കുറേ പേര് എന്നെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും കഴിഞ്ഞാൽ ഞാൻ ഒരു കവിത എഴുതാറില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ആ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് അത് ഇന്റർവ്യൂ ആയിരുന്നു അവർക്കും ഓർമ്മയില്ല, എനിക്കും ഓർമ്മയില്ല. ആ വി കണക്ട് എന്ന് പറഞ്ഞ മാഗസീൻ അവർ വിട്ടു കുറച്ചു കാലം മുമ്പ്. അപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യാനല്ല വന്നത്, എന്നെ കാണണം എന്ന് വിചാരിച്ചു വന്നതാണ്, വെറുതെ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഞാൻ വിചാരിച്ച ഇന്റർവ്യൂന്നാണ്, അവരും വിചാരിച്ച ഇന്റർവ്യൂന്നൊക്കെയാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും മാഗസീൻ കൊണ്ട് എഴുതാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞ സമയത്ത് അവർ അതിനകത്ത് 1-2 കമന്റ് എഴുതിയതിൽ പോയതിന്റെ ലാസ്റ്റും ഫസ്റ്റും ഞാൻ എഴുതിയിട്ടുണ്ട്, അവരെന്നെ കുറിച്ച് എഴുതിയ അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് എഴുതിയൊരു കമന്റ്. അപ്പൊ നമ്മൾ സ്പിരിച്വലി കുറെ ഡിസ്കഷൻസ് വളരെ സൈലന്റ് ആയിട്ട് കേട്ടു, എൻ്റെ ഒരു സ്റ്റുഡന്റിനെ പോലെ കേട്ടു. അത് നമ്മള് രണ്ടുപേര് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വ്യത്യസ്തത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, റിസയോട് ഞാനിപ്പം ആ മൂഡിലല്ല സംസാരിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു ഇന്റർവ്യൂവിന് ഒന്ന് കിട്ടുകയല്ല നമ്മുടെ ലക്ഷ്യം, ഒരു സ്റ്റെഫ് കിട്ടുകയല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ബഹ്റിനിൽ പോയ സമയത്താണ്, അല്ല അതെ, ബഹ്റിനിൽ പോയ സമയത്ത് ഒരാൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു, 4PM എന്ന് പറയുന്ന ഒരു മാഗസീൻ. അപ്പൊ ആരോ പറഞ്ഞു അയാൾക്ക് കൊടുക്കണ്ട ഇന്റർവ്യൂ, കാരണം അയാള് ഭഗവാനെയൊക്കെ എതിർക്കുന്ന ആളാണ്, മാർക്സിസ്റ്റുകാരനാണ്, എത്തീസ്റ്റ് ആണ്,
മാഷടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ കുറേ വേണ്ടാത്ത ചോദ്യം ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാനും എത്തിയിസ്റ്റ് തന്നെയാണ്, ഞാൻ ഭഗവാന്റെ അമ്പലത്തിലൊന്നും പോകാലേ ഇല്ല. പോകുന്നെങ്കിൽ തന്നെ ക്ലാസ് എടുക്കാനാ പോലെ. ഭഗവാനൊന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പോവാറില്ല, ക്ലാസ് എടുക്കാൻ മാത്രമേ അമ്പലത്തിൽ പോകാറുള്ളൂ. ഓക്കെ. പക്ഷെ അയാൾ അത് കഴിഞ്ഞ സമയത്ത് അയാൾ എഴുതിയൊരു ആർട്ടിക്കിൾ ഉണ്ട് മലയാളം, ഞാൻ റിസക്ക് അയച്ചു തരാം. അയാൾ ഇപ്പോഴും അത് കഴിഞ്ഞ് ബഹ്റിനിൽ കുറേ എന്തൊക്കെയോ വ്യത്യസ്തമായ പണികൾ തുടങ്ങി. അയാൾ ബേസിക്കലി പണ്ട് സൂര്യ ടി വിയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ ബഹ്റിനിൽ 4PM എന്ന് പറയുന്ന മാഗസിൻ. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ എന്താ താല്പര്യം? അപ്പോൾ കാർട്ടൂൺ വരക്കലാണ്. അപ്പം ഞാനൊരു സെമിനാർ നടത്താനാണ് പോയി. എനിക്കൊരു 100-400 പിള്ളേരുണ്ട് എൻ്റെ മുമ്പിൽ. ഞാൻ ഇയാൾ എന്നെ രാവിലെ കാണാൻ വന്ന സമയത്ത് ഞാൻ അയാളെയും കൊണ്ടുപോയി ക്ലാസ്സിലേക്ക്. എന്നിട്ട് ഞാൻ ഒരു ബോർഡ് കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാർട്ടൂൺ വരക്കാൻ പറഞ്ഞു. അയാൾ അസലായിട്ട് കാർട്ടൂൺ വരച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഈ കുട്ടികളിൽ എത്ര പേർക്ക് കാർട്ടൂൺ പഠിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 10-100 പേര് അപ്പം തന്നെ കൈപൊക്കി. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ പൊക്കും. ഞാനത് സമ്മതിക്കാറില്ല. ആദ്യം റെസ്പോൺസ് ചെയ്യുന്നവരെ മാത്രമേ സമ്മതിക്കുള്ളൂ. ഇയാൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കൈവെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ്, ഇനി കൈവക്കരുതെന്ന് പറയും. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ 100 കുട്ടികളുണ്ട്. ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ കൈവക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേര് കൈ താത്തു. പഠിക്കണം താല്പര്യമുണ്ട്, പക്ഷെ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ പോയിട്ട് പഠിക്കാൻ അവർക്ക് സമയം. അങ്ങനെ അയാൾ കാർട്ടൂൺ അക്കാഡമി, ടൂൺ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അക്കാഡമി തുടങ്ങി. അത് തുടങ്ങാൻ കാരണക്കാരൻ ഞാനാണ്. അപ്പൊ അയാളുടെ പാഷൻ എന്തായിരുന്നു? കാർട്ടൂണാണ്. പക്ഷെ അയാൾ ജോലി എന്താ ചെയ്തിരുന്നത്? ആരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ആ പത്രത്തിൽ എഴുതാം. അതെന്തിനാ ചെയ്യണത്? കാശുണ്ടാക്കാൻ. അപ്പൊ ഒന്ന് നമുക്ക് പ്രൊഫഷൻ, പൈസ ഉണ്ടാക്കാൻ. പക്ഷെ അത് മാത്രമായ എന്ത് പറ്റും വിചാരിച്ചാൽ കുറെ ആൾക്കാരെ കാണും. സിനിമാ നടന്മാര് ആത്മഹത്യ ചെയ്യുന്ന കാണാം, ഡോക്ടർമാർ ഇഷ്ടം പോലെ ആൾക്കാർ. MBBS കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡോക്ടർ ആവാൻ പഠിക്കാനുള്ള സ്ഥലം ഏതാന്ന് അറിയാം നമുക്ക്? ഒന്ന് എയിംസ്. അന്ന് പണ്ട് ഡൽഹിയിൽ മാത്രമേ ഉള്ളത്. 2007-2009 ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ മൻമോഹൻ സിംഗിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ന്യൂസ് പേപ്പർ വായിക്കലാണ് രാവിലത്തെ ഒരു 2 മണിക്കൂർ പണി. വേറെ വലിയ പണിയൊന്നുമില്ല അവിടെ. അപ്പൊ ആ പേപ്പർ വായിക്കുമ്പം ഞാൻ കുറെ നോട്ടീസ് ചെയ്ത കാര്യം, എയിംസിൽ പഠിക്കുന്ന MD MS പഠിക്കാൻ വന്നിട്ടുള്ള കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്യും. കാരണം അവർക്ക് പഠിക്കാൻ പറ്റണില്ല, അത്രയും ബുദ്ധിമുട്ടാണ് അവിടുത്തെ സിലബസ്. പിന്നെ നമ്മൾ ഈ സാധാരണ കോളേജിൽ പഠിക്കുന്ന പോലെ അല്ല. വലിയ ഹോസ്പിറ്റലിൽ അതിൻ്റെതായ പ്രഷർ ഉണ്ടാവും. ചെറിയ തെറ്റ് പറ്റിയാൽ വലിയ പ്രോബ്ലം ആവും. കാരണം അവിടെ ചികിത്സിക്കാൻ വരുന്നത് മന്ത്രിമാരൊക്കെ ആയിരിക്കും. അവർക്ക് നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വലിയ ആരും തിരിച്ചു വരുമൊന്നുമില്ല. ഇവർ പല സ്ഥലത്തും കൺസൾട്ട് ചെയ്യുമ്പോഴാണ് ഇയാൾ ചെയ്ത് തെറ്റാന്ന് പറയും. അപ്പൊ നല്ലോണം ഫയർ ചെയ്യും ചിലപ്പോൾ. ഇപ്പൊ വലിയ ആൾക്കാരുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല പ്രസിദ്ധി ഉണ്ടെങ്കിലും അത്രയും ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പണിയൊക്കെ വിട്ടു വന്നത്. അവിടുത്തെ പണിയൊക്കെ വിട്ടിട്ട് നമ്മള് അപ്പൊ ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. ഇപ്പൊ ഇത് പറയുന്ന പോലെ എനിക്ക് പ്രൈം മിനിസ്റ്ററോട് വർത്താനം പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്ന കാര്യം അയാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഫ്രീഡം കുറയും. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഫ്രീഡം. ഓക്കെ. അപ്പൊ കുറച്ച് സമയം ഫ്രീഡം ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യും, അത് പ്രൊഫഷൻ. ബാക്കി നമ്മുടെ പാഷൻ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ആ പാഷൻ എന്ന് പറയുന്നത് പ്രൊഫഷൻ തന്നെ ആക്കാൻ പറ്റും. എപ്പോ ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രൊഫഷനായിരുന്നു. മിനിമം പെൻഷൻ കിട്ടി, VRS കിട്ടുമ്പോൾ ഞാൻ ഒഴിവായി. ഇപ്പം എനിക്ക് ജീവിക്കാനുള്ള പെൻഷൻ കിട്ടും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, മക്കളൊക്കെ ദാരിദ്ര്യമൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എനിക്ക് എൻ്റെ പാഷനിലേക്ക് ഫുൾ ടൈം തിരിയാൻ പറ്റി. അപ്പോൾ ഒരു പ്രൊഫഷൻ നമ്മൾ എടുക്കുന്നത് കണ്ടിന്യൂസ് ജീവിതത്തിൽ ഫുൾ ടൈം അത് ആവണമെന്നില്ല. നമ്പർ 1. ബിടെക് എന്ന് പറയുന്നത് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. ദുബായിലുള്ളൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ എന്താണ് ആവേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2024 ജൂൺ 21 എന്നെ കണ്ടു. ഇനി 3 മാസം കഴിയുമ്പോൾ മോൾ എവിടെ എത്തും, 6 മാസം കഴിയുമ്പോൾ എവിടെ എത്തും, 1 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തും, അങ്ങനെ ഒരു ഗ്രാഫ് വരക്കണം. അപ്പൊ ജീവിതത്തിൽ എന്ത് പഠിക്കണം എന്നല്ല തീരുമാനിക്കുന്നത്. ഈ ഗ്രാഫ് നേരെ മുകളിലേക്ക് കയറി നമുക്ക് ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഫഷൻ, സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന പാഷൻ. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? ഇതിലേക്ക് എത്തിക്കാനാണ്. ഓക്കെ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വരപ്പിക്കും ഞാൻ പിള്ളേരെ കൊണ്ട്. എൻ്റെ ക്യാമ്പിൽ വരുന്നവരെ കൊണ്ട് ഞാൻ ആദ്യം അതാ ചെയ്യിപ്പിക്കാം. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് മാറ്റി വരക്കാൻ പറയും. കാരണം ആദ്യം ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ. ആ 10 ദിവസമാണ് ഞാനിപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് മോക്ക് വേണ്ടി തീർത്തു തരുന്നത്. ഓക്കെ. ആ കുട്ടി ഒരു പ്രാവശ്യം എനിക്ക് എഴുതിയത്
ഞാൻ IIT പോവും. IIT കിട്ടുമെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും കിട്ടും, അത്രയും മെറിറ്റുള്ള കുട്ടിയാണ്. 10 കൊല്ലം വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് റിസൈൻ ചെയ്യും. ചോദിച്ചു എന്താ 10 കൊല്ലം വർക്ക് ചെയ്യുന്നത്? ഏകദേശം 10 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചത്തുള്ളൂ. അവരുടെ ആഗ്രഹമാണ് ഞാൻ ബിടെക് പഠിക്കുക, എഞ്ചിനീയർ ആവുക. അതൊക്കെയാണല്ലോ അച്ഛൻ്റെ അമ്മേൻ്റെയും താല്പര്യം. അപ്പൊ ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ബാറ് തുടങ്ങും. അമ്മ ചോദിച്ചു അതിനുള്ള പൈസ ഈ ജോലി ചെയ്താൽ കിട്ടും? അല്ല, അച്ഛനമ്മയും ചാകുമ്പോഴത്തേക്ക് അവരുടെ സ്വത്ത് തന്നെ എനിക്ക് കിട്ടുമല്ലോ, അതെല്ലാം ഞാൻ വിൽക്കും. അപ്പൊ അവന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹം, ഞാൻ അത് ചോദിച്ചു അതെങ്ങനെയാ കിട്ടിയെന്ന് ചോദിക്കും. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യും അവരെ. അവര് പറഞ്ഞത് ഞാൻ ഇന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്, എന്തോ വേറെന്തോ ഒരു ബാറിന്റെ പേരും പറഞ്ഞു, എന്തോ ക്ലബ്ബ് ബാർന്നോ ഫുട്ബോൾ ബാർന്നോ ഗെയിംസ് ബാർന്നോ അങ്ങനെ ഇതൊക്കെയാണ്, എല്ലാം ഉണ്ടാവും അവിടെ. മനസ്സിലായി? ഇപ്പം ദുബായിൽ ഒരു സ്ഥലമുണ്ട്, റിസക്ക് അറിയോന്നറിയില്ല, ഏറ്റവും നല്ല ദേഷ്യം പിടിച്ച ആൾക്കാർക്ക് പോയി ചെയ്യാനുള്ളൊരു ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ടെൻഷൻ ബേസ്റ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. റിസക്ക് കുറെ ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഉപ്പയോടാണ് ദേഷ്യം, എന്ത് ചെയ്യും? ഉപ്പ തന്നിട്ടുള്ള ഫോൺ അടിച്ച് പൊട്ടിക്കും, ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിക്കും, അങ്ങനെയൊക്കെ ചെയ്യണം തോന്നും. അങ്ങനെ ചെയ്താൽ പിന്നെ ആ ഉള്ളതെല്ലാം തീരുമല്ലോ, പിന്നെ നമുക്കൊന്നും മേടിച്ചു തരില്ല. അപ്പൊ അതിനൊരു കാര്യമുണ്ട്, 50 ദറംസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ഹാമർ തരും, കുറേ സാധനം വെച്ചിട്ടുണ്ടാവും, അതെല്ലാം പഴയ ലാപ്ടോപ്പും അതും ഇതൊക്കെ ഒക്കെ അടിച്ച് പൊട്ടിക്കാം അവിടെ പോയിട്ട്. കേട്ടിട്ടുണ്ടോ അത്? ആ, അപ്പൊ നശിപ്പിക്കുക എന്നുള്ളതിൽ സന്തോഷം നേടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സ്വന്തം സംഭവങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കും. ഇപ്പൊ എനിക്ക് കുറെ സന്തോഷം കിട്ടണം, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം താൽക്കാലികമായിട്ട് സുഖം കിട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയ്യോ ചെയ്യണ്ടായിരുന്നു തോന്നും നമുക്ക്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് സന്തോഷം കിട്ടും, പക്ഷെ അത് റിസ്ക് സന്തോഷം തരുന്നതല്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു തോന്നുമ്പോ റിസ്ക് ഗുണമില്ലാണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും റിസയോട് ഇതൊന്നും പറയണ്ടായിരുന്നു, ജീവിതം നഷ്ടാവും. അങ്ങനെ എല്ലാ ദിവസവും കുറെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് വിഷമിക്കാൻ തോന്നും. അപ്പൊ അത് പാടില്ല. നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി സന്തോഷം ജനയത് പ്രജ്ഞ, ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അത് ആർക്കാ ചെയ്യേണ്ടത്? അച്ഛന് വേണം, അമ്മയ്ക്ക് വേണം, കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ വേണം. മനസ്സിലായോ? അത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല ജന്മം എന്ന് പറയുന്നത്. ആദ്യം പ്രൊഫഷൻ പറഞ്ഞു, നമ്മുടെ പാഷൻ പറഞ്ഞു. മനസ്സിലായോ? അത് റിസയോട് ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാല്, ഞാൻ പലരോടും ഇങ്ങനെ ഇത് പറയാൻ കാരണം ആദ്യം റിസ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ഉപ്പയെയും ഉമ്മയെയും ഞാൻ ചോദിച്ചത് ആദ്യം ഉമ്മയാണ്. കാരണം മിക്കവാറും ഇത്തരം ആദ്യം വരുമ്പോൾ എനിക്ക് മനസ്സിലാവുക ഗൾഫിൽ പഠിച്ച കുട്ടിയാണെന്നാണ്. പെട്ടെന്ന് എന്റെ അല്ല, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്നാ പറയുന്നത്. രണ്ടാമത് ചോദിച്ചപ്പോ ഉപ്പയുടെ അടുത്ത് താമസിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പ മോളെ എവിടെ കൊണ്ടിട്ട് 6 മാസം താമസിക്കുന്നത്, ആണോ അല്ലയോ? അങ്ങനെ ചെയ്യുന്ന പാരന്റ്സ് വളരെ കുറവാണ്, ആണോ അല്ലയോ? വളരെ വളരെ റെയറായിട്ടേ കാണുള്ളൂ ഉപ്പയുടെ കൂടെ താമസിക്കാൻ പറ്റിയ ഒരു മോള്. ഉപ്പ ഗൾഫിലാണ്. അപ്പൊ ഞാനിപ്പം ദോഹയിലൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തിട്ട് ദോഹയിൽ നിന്ന് കഴിഞ്ഞ് നേരെ ദുബായിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോ എന്റെ കൂടെ ഫുൾ ഫാമിലി എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ദോഹയിൽ നിന്ന് ഗൾഫിൽ വന്ന് ഒരാഴ്ച ഹോട്ടലിൽ താമസിച്ച ആൾക്കാരുണ്ട്, ഫാമിലികളുണ്ട്. മനസ്സിലായോ? അത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും, വല്ല ലവ് അഫെയറിൽ പെട്ടു, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആ ഫാമിലിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരുണ്ട്. പക്ഷെ ചെറുപ്പം മുതല് മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ താമസിപ്പിച്ചൊരു ഉപ്പ. അണ്ടർസ്റ്റുഡ്? അപ്പൊ എനിക്ക് തോന്നുന്നില്ല റിസക്ക് എന്നെ കൊണ്ടൊരു ഗുണമുണ്ടെന്ന്. ഇതൊന്നും ഇല്ലാത്തവരെയാണ് ഞാൻ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ എല്ലാ സംഭവവും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് റിസ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ സാധാരണ പറ്റുക എന്താ വെച്ചാൽ കുറെ അഡ്വൈസേഴ്സ് ഉണ്ടാവും, കുറെ ആൾക്കാർ നമ്മൾ അഡ്വൈസ് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ മലപ്പുറത്തുള്ള മുസ്ലിം പെൺകുട്ടികൾക്കാണ്. അതിന് കാരണം എന്താ വെച്ചാല് നിങ്ങൾ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും,
എന്നുവെച്ചാൽ ഉം. ഉമ്മയുടെ ഫ്രണ്ട്സ് കുറെ പേരുണ്ടാവും. ആ. ഉമ്മ അവരോടൊക്കെ ചോദിക്കും എൻ്റെ മോൾ ഇങ്ങനെയാ എന്താ ചെയ്യുന്നത്. അവരുടെ ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരാൾ പറയും എനിക്ക് ഇപ്പൊ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ വാക്ക് ഉപയോഗിക്കണ്ടേ അതിനകത്ത്, റേഡിയേഷൻ, ലാബ് ടെക്നീഷ്യൻ, അങ്ങനത്തെ കുറെ ആ. കോഴ്സിന്. അതാണ് മോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മെഡിക്കൽ എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ BDS ചോദിച്ചതും. ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ടാണ് ഈ കഥ ഉണ്ടാക്കുക. മനസ്സിലായി? അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാല് ഗൾഫിൽ കുറെ ഇത്തരം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഉം. കാരണം ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഹോസ്പിറ്റൽ ബിസിനസ് നടക്കുന്നത് മുസ്ലിംസ് ഉള്ള സ്ഥലത്താണ്. ഉം. അത് മോള് നോക്കിയാൽ അറിയാം. കണ്ണൂരിനേക്കാളും അധികം, അല്ലെ കണ്ണൂരും ഉണ്ട്, കണ്ണൂർ കുറെ, ഞാൻ കണ്ണൂർക്കാരനാണ്. ഉം. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മിക്കവാറും മുസ്ലിം ആണ് ഹോസ്പിറ്റൽസിൽ പോവുക. ഉം. അത് ഒരാൾക്ക് അസുഖമാണെങ്കിലും 5 ആൾ പോകും കൂടെ. കാരണം അത് ഭയങ്കര ടൈം പാസ്സാണ്. കാരണം സിനിമക്ക് പോകാനുള്ള ലിബർട്ടി ഒക്കെ കുറവായിരുന്നു, ബീച്ചിൽ പോകാനുള്ള ഇപ്പം മാറി. അങ്ങനെയുള്ള ഒരു കാലത്ത് തുടങ്ങിയതാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഔട്ടിംഗ് ആണ്. ഉം. ആണോ അല്ലേ? മോളെ അതെ, ശരിയാണ്, ഞാൻ തെറ്റാ പറയുന്നത് പറയണം. അതെ, എനിക്കറിയാം. കാരണം കോഴിക്കോട് എൻ്റെ ഒരു ദന്തിസ്റ്റ് ഉണ്ട്, എൻ്റെ ഒരു ബന്ധു. മിംസിന്റെ നേരെ ഓപ്പോസിറ്റ് രശ്മി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്, ദന്തിസ്റ്റിന്റെ ആണ്. കോഴിക്കോട് അടുത്താണല്ലോ. അല്ല, പൊന്നാനി തൃശ്ശൂർ അടുത്താണ്. ആ, ഹോസ്പിറ്റലിന്റെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മിം. അത് എൻ്റെ ഏട്ടന്റെ മോള് രശ്മിയാണ്. ആ. അവളുടെ ഹസ്ബൻഡ് ദന്തിസ്റ്റ് ആണ്, എൻ്റെ ഏട്ടന്റെ മോളോ ദന്തിസ്റ്റ് ആണ്. അവളുടെ പിന്നെ ഹസ്ബൻഡിന്റെ അനിയത്തിയും ദന്തിസ്റ്റ് ആണ്, അവളുടെ പേരും രശ്മിയാണ്. ഉം. അതുകൊണ്ടാണ് രശ്മി സ്ക്വയർ എന്ന് പേരിട്ടിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി. പക്ഷെ അവർക്ക് കുറേ പ്രാക്ടീസ് ചെയ്യുന്നത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഓക്കെ, ഇപ്പൊ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അത്തരം കുറെ റേഡിയോളജി, അത്തരം കോഴ്സുകൾ ഏറ്റവും കൂടുതൽ തുടങ്ങിയിട്ടുള്ളത് കേരളത്തിൽ നോക്കിയാൽ മലപ്പുറം ഭാഗത്താണ്. ഉം. ഇതൊന്നും നല്ല ജോലിയല്ല. നല്ലോണം പഠിക്കാൻ പറ്റുന്ന കുട്ടികളൊന്നും ഡാർക്ക് റൂമിൽ അസിസ്റ്റന്റ് ആയിട്ട് ഡോക്ടർമാരുടെ, ആദ്യം ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാൾ നല്ലൊരു ജോലിയാണ്, സ്വന്തം പ്രൊഫഷനാണ്. അവരെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് ആണ് ബാക്കിയുള്ളവരൊക്കെ. ഉം. ആ ജോലിയിലേക്ക് പോകരുത്. അത് മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. കാരണം ഇപ്പൊ ഇന്നലെ അങ്ങാണ്ടൊരു ഉമ്മ വിളിച്ചു തന്നെ. ഞാൻ ഈ കുറേ കോളുകളിൽ വളരെ ചുരുക്കം കോളേ ഇങ്ങനെ ജിമീറ്റിലാക്കാറുള്ളൂ, അല്ലെങ്കിൽ ടെലിഫോണിൽ തീർക്കുക ചെയ്യാം. ഒരു ഡോക്ടറാണ് വിളിച്ചത് തന്നെ. അവരുടെ മകളെ ഡോക്ടർ ആക്കണ്ടെന്ന് അവരുടെ ആഗ്രഹം, പക്ഷെ മോക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം. അത് തിരിച്ചു പറയിപ്പിക്കണം. കാരണം അവർക്ക് കാശൊക്കെ കൊടുത്തിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യും. അതിന് കാരണം എന്ന് വെച്ചാൽ ഡോക്ടർമാരായാലും പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രം ഒരു തോന്നലുണ്ട്. ഡോക്ടർമാരായ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. അവരോട് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ മരുമകൾ ഡോക്ടറാണ്, ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവൾ ദന്തിസ്റ്റ് ആണ്, കോഴിക്കോടാണ് പഠിച്ചത്. പക്ഷെ കുറച്ചു കാലം കോഴിക്കോട് പ്രാക്ടീസ് ചെയ്തതിന്, പക്ഷെ ദന്തിസ്ട്രി അല്ല. ഇപ്പോഴത്തെ ഫീൽഡ് നാനോ ടെക്നോളജിയിൽ MTech കഴിഞ്ഞിട്ട് PhD IIT എന്ന് കഴിഞ്ഞിട്ട് ലണ്ടനിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഒരു 10-26 രാജ്യങ്ങളിൽ ജോലി സംബന്ധമായിട്ട് യാത്രക്ക് പോയിട്ടുണ്ട്. ഞാൻ ഒന്നൊരു കോൾ എടുത്തോട്ടെ മോളെ. ആ ആ అవసరం లేదండి, వద్దు. ഓക്കെ, അപ്പൊ പലപ്പോഴും നമ്മുടെ ധാരണ ഡോക്ടർ ആയാൽ പ്രാക്ടീസ് ചെയ്യാം, അല്ല, റിസർച്ചർ ആവാം. പിന്നെ അതിന് ശമ്പളം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MBBS കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫെലോഷിപ്പിന് പോവുകയാണെങ്കിൽ, ഇപ്പൊ എബ്രോഡിൽ നമ്മളൊരു റിസർച്ചിന് ഫെലോഷിപ്പിന് പോയാൽ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഈക്വലൻ ടു ഇന്ത്യൻ റുപ്പിയിൽ ഒരു 7-8 ലക്ഷം റുപ്യ ഒരു മാസം. അത് വലിയ കാശൊന്നുമല്ല, കാരണം 1 ലക്ഷം റുപ്യ വാടക ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡിലൊക്കെ അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അവിടെയൊക്കെ. മനസ്സിലായോ? അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും ഞാനൊക്കെ എൻ്റെ ജന്മത്തിൽ ഗവൺമെന്റിൽ ജോലി ചെയ്തിട്ട് അവസാനം പെൻഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന അത്രയും മാസ ശമ്പളം കിട്ടുന്ന സ്റ്റുഡൻസ് എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഡോക്ടർ TPSന്റെ അടുത്ത് റിസ സംസാരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ലിമിറ്റിൽ നിന്നും മോള് വളരെ ഹയർ ആയിട്ട് ചിന്തിക്കണം. ഓക്കെ, BTech കഴിഞ്ഞാൽ ജോലി കിട്ടും, MBBS കഴിഞ്ഞാലും ജോലി കിട്ടും. MBBS കഴിഞ്ഞ് ജോലി കിട്ടുന്നതിനേക്കാളും ശമ്പളം കിട്ടും BTech കഴിഞ്ഞാൽ. പക്ഷെ MBBS കഴിഞ്ഞ് വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്, 90% ആൾക്കാർക്കും ജോലി കിട്ടുമ്പോൾ BTech കഴിഞ്ഞ് 4% ആൾക്കാർക്ക് കിട്ടുള്ളൂ. അത് കോർ എഞ്ചിനീയറിംഗ്,
ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്. ഇതാണ് കോർ എഞ്ചിനീയറിംഗ്. ഈ 4, അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ട്, ഈ 4 വിഷയത്തിൽ പഠിച്ചവർക്ക് അതേ സബ്ജക്റ്റിൽ ജോലി കിട്ടുന്നത് വളരെ കുറവാണ്. പക്ഷെ ചേരുമ്പോൾ എനിക്ക് മെക്കാനിക്കൽ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ടാ ചേരുക. പക്ഷെ 4 കൊല്ലം കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച മെക്കാനിക്കൽ, വേറെ എന്തോ ആണ്. അപ്പം എളുപ്പം ജോലി കിട്ടണമെങ്കിൽ പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ സയൻസ്. ഇന്നലെ വിളിച്ചൊരു കുട്ടി IT ചേരണോ CSE ചേരണോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡയറക്ടറായിരുന്നു. അവിടെ ഒരു ക്ലർക്കായിരുന്ന ആൾ ഇപ്പോൾ ഒരു സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്ത ഒരു ആളാണ് എന്നെ വിളിച്ചത്. മലപ്പുറത്തുകാരനെയാണ്. മോന് IT ചേരണോ CSE ചേരണോ. IT ചേർന്നാൽ സർവീസ് ഇൻഡസ്ട്രിയാണ്, CSE ചേർന്ന ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ മോള് BTech കേട്ടിട്ടുണ്ടാവും. BTech കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടണം എന്ന് ആലോചിക്കണ്ടേ. പക്ഷെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോവാൻ ഇഷ്ടം. ഹയർ സ്റ്റഡീസിന് പോകാനാണെങ്കിൽ ഏത് വിഷയം പഠിച്ചാലും അതിന്റെ ഓപ്ഷൻസ് കൂടുതൽ ഏതിലാണ് കിട്ടാന്ന് ആലോചിക്കണം. അപ്പൊ ബയോളജി ഇഷ്ടമുള്ള ഒരാൾ ഹയർ സ്റ്റഡീസിന് പോകാനാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ബയോളജിനേക്കാൾ ഇഷ്ടം മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടമെങ്കിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ഡിസൈൻ, ഡാറ്റ സയൻസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഡയറക്റ്റ് അപ്ലിക്കേഷൻ. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും മാത്സും കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ മെക്കാനിക്സും കൂടി ചേർന്ന ബയോമെക്കാനിക്സ് ആയി. ഫിസിക്സും മാത്തമാറ്റിക്സും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലാണ് അത്തരം കുറേ വിഷയങ്ങൾ വരിക. ഇപ്പൊ ഡാറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ കുറേ സബ്ജക്റ്റ് വരും. ഇതൊക്കെ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ ബേസിക്കലി മാത്തമാറ്റീഷ്യനാണ്. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്ത വർക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിംഗ്, ജിയോഗ്രഫിയിലും മാത്തമാറ്റിക്സ് ഉണ്ട്, മാപ്പ് ഉണ്ടാക്കുന്നതിലും മാത്തമാറ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടറിലും മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പൊ എല്ലാ വിഷയത്തിലും മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വിഷയത്തിന്റെ ഭാഷയാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് അല്ല. മാത്തമാറ്റിക്സ് ഇസ് എ ലാംഗ്വേജ് ഓഫ് സയൻസ്. ഫിസിക്സിൽ ഒരു കാര്യം ഞാൻ പറയണമെങ്കിൽ എനിക്ക് മാത്തമാറ്റിക്സ് അറിയണം. കെമിസ്ട്രിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ മാത്തമാറ്റിക്സ് അറിയണം. മനസ്സിലാവുണ്ടോ? ബയോളജിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ മാത്തമാറ്റിക്സ് അറിയണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭാഷ അറിയാം, പക്ഷെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ ആയിപ്പോ. എനിക്ക് നല്ലപോലെ മലയാള ഭാഷയുണ്ട്, പക്ഷെ എനിക്ക് കവിത എഴുതണമെങ്കിൽ എന്ത് വേണം? ക്രിയേറ്റിവിറ്റിയും കൂടി വേണം. വേണ്ടേ? എനിക്ക് ഭാഷ നന്നായിട്ട് അറിയാം, പക്ഷെ എന്താ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിൽ എങ്ങനെ പറയാം? ഏത് ഭാഷ ഉപയോഗിച്ചിട്ടാ പറയാം? അപ്പൊ അതുകൊണ്ട് മാത്തമാറ്റിക്സ് അറിയുന്ന ഒരാൾക്ക് വേറെ ഒരു സബ്ജക്റ്റും കൂടി താല്പര്യം വേണം. അതേതാന്ന് കണ്ടുപിടിക്കണം. കെമിസ്ട്രി ആണോ മാത്സ് ആണോ? ഫിസിക്സ്. മാത്സും ഫിസിക്സും സ്ട്രോങ് ആണെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ, ഒന്ന് മെക്കാനിക്സ് പഠിക്കാം, 2 ഇലക്ട്രോണിക്സ് പഠിക്കാം, കമ്മ്യൂണിക്കേഷൻ പഠിക്കാം. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്സിൽ വേവ് ആണ്. അത് ലൈറ്റ് ആയാലും സൗണ്ട് ആയാലും ലൈറ്റും കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഞാൻ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. കൈ ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുന്നതിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഇമേജ് എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ ക്യാമറ പിടിച്ചെടുത്ത് സിഗ്നൽ വഴി പോയി മോളുടെ കമ്പ്യൂട്ടറിൽ വന്ന് അത് റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് മോള് കാണുന്നത്. അതിലെന്തൊക്കെയുണ്ട്? ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇല്ലെങ്കിൽ ഈ കാണുന്നില്ലല്ലോ. ഡിഫറെന്റ് കളർ കോഡിംഗ് ഉണ്ട്. അത് സിഗ്നൽസ് ആയിട്ട് മാട്രിക്സ് ആവുക ചെയ്യാം. ഈ ഇമേജ് എന്ന് പറയുന്നത് മാട്രിക്സ് ആണ്. എൻ്റെ സബ്ജക്ട് ഇമേജ് പ്രോസസിംഗ് ഒക്കെയാണ്. അതാ പഠിപ്പിക്കണേ ഇപ്പൊ. അപ്പൊ ഇതിനകത്ത് ഈ സിഗ്നലിനെ മാട്രിക്സ് ആക്കി മാറ്റുന്നത് വരെ ഫിസിക്സ് ആണ്. മാട്രിക്സ് ആക്കി മാറ്റിയാൽ നമ്മൾ ഇമേജിനെ നന്നാക്കാനും ബ്രൈറ്റൺ ആക്കാനും, കമ്പ്യൂട്ടറിൽ TV-യിലൊക്കെ നമ്മൾ റിമോട്ട് വെച്ചിട്ട് ബ്രൈറ്റ്നസ് കൂട്ടൂലേ, അപ്പൊ ചെയ്യുന്നത് ആ ഡാർക്ക് ലൈറ്റുള്ള ഭാഗത്തിനൊക്കെ ബ്രൈറ്റ് ആക്കി മാറ്റും. ഇതെല്ലാം മാത്തമാറ്റിക്സ് ആണ്. നമ്മളൊരു സിഗ്നൽ കാണുമ്പോൾ കാണില്ലേ റേഡിയോയിലൊക്കെ ഫ്രീക്വൻസി വേവ് എന്ന് പറഞ്ഞിട്ട് വേവ്, അത് ഗ്രാഫാണ്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ എല്ലാം വേവ് തിയറിയാണ്. അത് സൈക്കോളജിയിലും അപ്ലൈ ചെയ്യും. ഞാൻ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഒരാളുടെ സൈക്കോളജി അല്ലെങ്കിൽ ഇലക്ട്രോ എൻസിലോഗ്രാഫ്, എക്കോ കാർഡിയോഗ്രാം ഡോക്ടർമാർ വായിക്കുന്നതും ഗ്രാഫായിട്ടാണ്. അത് നേരെ ആവുമ്പോൾ അത് ചത്തു എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം.
അല്ലേ? ഇപ്പൊ ഗ്രാഫ് വായിക്കാൻ അറിയണ്ടേ? ഇപ്പൊ മാത്തമാറ്റിക്സ് ബയോളജിയിലുണ്ട്, ഇലക്ട്രോണിക്സിലുണ്ട്, മെക്കാനിക്സിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിക്സ് പഠിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ സിവിലോ അതൊക്കെ ഓരോ വിഷയം എന്താണെന്ന് അറിയാലോ. ഉം. അതിലേതാ ഇഷ്ടം എന്ന് അടുത്തത് പറയാം. ഞാന് കൂടുതൽ എനിക്ക് സ്കോർ ചെയ്യുമ്പോ പ്ലസ് ടുല് പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ ബയോളജിനേക്കാൾ മാർക്ക് ഫിസിക്സിലാണ് നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോ. ഞാൻ പഠിക്കാനുള്ള സമയത്ത് ഇഷ്ടം തന്നെയായിരുന്നു. അത് അതുകൊണ്ടല്ല. ഒന്നെന്താ വെച്ചാല് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. ആ. ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ ആൾക്കാർ ഫുള്ള് സ്കോർ ചെയ്യുന്നത് ഉം, ഉം, ആ സബ്ജക്റ്റ് മോശമായതുകൊണ്ടോ മോക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ല. ഉം, കാരണം അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഉം, ഉം. ആ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ വായിക്കുന്ന ഒരാൾക്ക് ഓ ഈ 100 ബയോളജിയിൽ കിട്ടി എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ഗുണമല്ല, ചോദ്യ പേപ്പറിന്റെ കുറ്റാണ്. നല്ലപോലെ ചോദ്യം ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവര് അങ്ങനെ മാർക്ക് കുറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഹിന്ദിയിൽ 100 കിട്ടിയ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹിന്ദി നല്ലോണം അറിയുന്ന വല്ല തോന്നുന്നുണ്ട്? എനിക്ക് അങ്ങനെ വിചാരമൊന്നുമില്ല. ഒന്നാമത് മാർക്ക് കിട്ടാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും. മാർക്ക് കിട്ടുന്നവരോടൊക്കെ നമുക്കൊരു ഒരു ഈർഷ്യൽ ഉണ്ടാവുമല്ലോ, അസൂയ ഉണ്ടാവില്ല, അത് ചിലപ്പോൾ എന്നിൽ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് വലിയ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സബ്ജക്ട് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്സിൽ 4 മാത്രം കിട്ടിയ ആളാണ് 60-ൽ, പ്ലസ് 1-ലും പ്ലസ് 2-ലും ഒക്കെ. എന്ന് വെച്ചാൽ എനിക്ക് മാത്സ് അറിയില്ല എന്ന് പറയാൻ പറ്റും. മാത്സിലാണ് ഞാൻ PhD എടുത്തത്. അപ്പൊ മാർക്കും ഇഷ്ടവും തമ്മിൽ കമ്പയർ ചെയ്തത്. മോക്ക് തീരെ പഠിക്കാൻ പറ്റാത്ത ബയോളജി ആണെന്ന് വിചാരിക്കും, ഞാൻ പഠിപ്പിച്ചു വിട്ടാല്. എന്റെ ഏട്ടൻ സുവോളജി പ്രൊഫസറായിരുന്നു, പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഇപ്പൊ കണ്ണൂർ SN കോളേജിലെ ഒരു കുട്ടി ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് റെക്കോർഡ് എഴുതുമ്പോൾ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് റെക്കോർഡൊക്കെ എറിഞ്ഞ് മാഷന്മാര് വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വിട്ടു പോയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിന് പോയിട്ട് മംഗലാപുരത്ത് ചേരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് ബയോളജി ഇഷ്ടമാണ്, പക്ഷെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് മഹാമോശമാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും വഴക്ക് വെക്കാണ്. ഞാൻ പറഞ്ഞു ഒരാഴ്ച എൻ്റെ കൂടെ ഒന്ന് താമസിക്കുന്നുണ്ട്, സെന എന്നാണ് പേര്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ബയോളജിന്റെ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററും കൂടി കൊണ്ടാ, എൻ്റെ ഏട്ടൻ നാളെ പഠിപ്പിക്കും, ഏട്ടൻ നാളെ രാവിലെ വരും എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ബ്രദർ വരുമ്പോൾ ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ ഈ മോള. കാരണം ഏട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗും ബെസ്റ്റാണ്, അവൾക്ക് ക്ഷമയില്ല, ഇന്ന് തന്നെ എനിക്ക് പഠിക്കണം. എന്നിട്ട് രാത്രി 12 മണി മുതൽ 3 മണി വരെ ഞാൻ ആ ബയോളജി ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് പിറ്റേ ദിവസം ഏട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ടഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഏട്ടൻ ബൈ ഹാർട്ടാണ് ഈ സബ്ജക്ട്, കാരണം ഏട്ടൻ ബുക്ക് എഴുതുന്ന ആളാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നെക്കാളും നല്ല ബയോളജി മാഷാണല്ലോ നീ എന്നോട്. മനസ്സിലായോ? അപ്പൊ നമ്മള് നല്ലപോലെ പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയവും നമുക്ക് പഠിക്കാം. പക്ഷെ 100 കിട്ടുന്നത് ചോദ്യ പേപ്പറിന്റെ ഗുണം. അതുകൊണ്ട് അത് വെച്ചിട്ട് പറയരുത് നമ്മൾ. എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഫിസിക്സ് ഇഷ്ടമാണ്, ബയോളജിയിൽ പിന്നെ കുറെ ബൈഹാർട്ട് പഠിക്കണമല്ലോ, ടെക്നിക്കൽ ടേംസ് ഒക്കെ ബൈഹാർട്ട് പഠിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അത് മെഡിസിനിൽ വരുമ്പോഴും അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എല്ലാ ഡോക്ടർമാർക്കും മരുന്നിന്റെ പേരും ഇതൊക്കെ പഠിക്കന്നെ വേണ്ടേ, അത് അത്ര എളുപ്പമുള്ള പണിയല്ല. മറക്കാനും പാടില്ല, തെറ്റാനും പാടില്ല. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും ഇപ്പൊ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത്, ഞാനിപ്പോ താമസിക്കുന്ന ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ്, എന്റെ വൈഫ് ഗവൺമെന്റിലാണ്, തൊട്ടടുത്ത് നമുക്കൊരു ഡോക്ടർ വരും. അയാൾ എന്ത് രോഗം പറഞ്ഞാലും ഉടനെ മൊബൈൽ എടുത്തിട്ട് നോക്കും. ഞാൻ BP-ന്റെ ടാബ്ലറ്റ് ഇന്നതാണ് പിന്നെ പറഞ്ഞെന്ന് വിചാരിക്കും. അപ്പോൾ ഉടനെ അയാൾ പറയും അത് 25 ഇഞ്ചോ 2.5 ഇഞ്ചോ എന്നോ നോക്കിയിട്ട് പറയാം. കാരണം അയാൾക്ക് തന്നെ അറിയണ്ടാവില്ല 2.5 ആണോ 25 ആണോ. അത് തെറ്റല്ല, കാരണം അങ്ങനെ ഓർമ്മിക്കാൻ കഴിവുകയാണെന്നില്ല. അവനെ ഇപ്പൊ പ്രായമായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് എങ്ങനെ അത് ഓർമ്മ ഉണ്ടാവുക? അയാൾ പഠിക്കുന്ന സമയത്തൊന്നും ആ ടാബ്ലറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഡെയിലി പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് റെഫർ ചെയ്തിട്ടാണ് ഡോക്ടർമാർ ശരിക്കും ചികിത്സിക്കേണ്ടത്. അത് റെഫർ ചെയ്യുന്നത് ഇന്റർനെറ്റ് ആയാലും കുറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ കഴിവ് വേണമായിരുന്നു, പക്ഷെ ഇന്നത് വേണമെന്നില്ല. അതാണ് ഭയമെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് മാർക്ക് കിട്ടാണ്ടിരുന്നതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിനേക്കാളും, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഭയം കൊണ്ടാണ് മെഡിക്കൽ സയൻസ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈവൻ പുറത്തു പോയിട്ട് പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും ഡോക്ടർ ആവുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതൊരു പ്രൊഫഷനാണ്. എനിക്ക് നാളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്കൊരു ബോർഡ് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാം കേരളത്തിൽ. എബ്രോഡിൽ പോയാൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് ഡോക്ടർമാർക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആൾക്ക് ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ഒരാൾക്ക്. അവിടെ അർദ്ധരാത്രിക്ക് ആരും ഫോൺ വിളിച്ചിട്ടൊന്നും നമ്മളെ പിന്നെ വിളിക്കില്ല. ഡോക്ടർമാർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത്
അവിടെ ഒരു ചെറിയൊരു പനി വന്നാൽ പോലും ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ 1 മാസം കഴിയണം. ഉം. അത്രയും ഡിമാൻഡാണ്. കാരണം എല്ലാവർക്കും കയറി ചെന്നിട്ട് ഉടനെ ഡോക്ടർമാരെ കാണാൻ പറ്റില്ല. അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഡോക്ടർമാർക്ക് നമ്മുടെ രോഗികൾ പൈസ കൊടുക്കണ്ട, ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കുക. ഓക്കെ, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിക്കാൻ പറ്റില്ല. ഡോക്ടർ തീരുമാനിക്കും ഏത് മെഡിക്കൽ ഷോപ്പിലാണ് ഇയാൾ പോയിട്ട് മേടിക്കേണ്ടത്. പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണ്ട കയ്യിൽ. ഇന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആളുടെ പേര് റിസാന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിന്റെ മരുന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അത് എടുത്തിട്ട് പോവാം. അതിന് പൈസയും കൊടുക്കണ്ട, അതും ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അപ്പൊ എല്ലാം ഇൻഷുറൻസ് കമ്പനി മാനേജ് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡാണ്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂളിൽ അയക്കേണ്ട സമയത്താണ് പ്രാക്ടീസിന് ആൾക്കാർ പോകേണ്ടി വരിക. കാരണം ഏറ്റവും തിരക്ക് രാവിലെയും വൈകുന്നേരമാണ്. ഫാമിലി ലൈഫ് ആകെ കൊളാവും. പിന്നെ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാളും കൂടി അടിയാവും. എനിക്കിന്ന് എത്ര റുപ്യ കിട്ടി, എനിക്കിന്ന് എത്ര റുപ്യ കിട്ടി എന്നിട്ട് പൈസ എണ്ണാൻ തോന്നും വൈകുന്നേരം. ഇവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. മനസ്സിലായ? കാരണം അവരെല്ലാ ദിവസവും പൈസ എണ്ണുമ്പോ ഗൈനക്കോളജിസ്റ്റ് ആയ ഭാര്യക്കായിരിക്കും ന്യൂറോളജിസ്റ്റ് ആയ ഹസ്ബൻഡിനെക്കാളും പൈസ കിട്ടിയെന്നായിരിക്കും. തീർന്നില്ലേ അന്ന് കഥ? മനസ്സിലാവണ്ട? അപ്പൊ മിക്കവാറും ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും തീരില്ല. അത് ഏത് പ്രൊഫഷൻ ആയാലും അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഡോക്ടർമാരാണ്. അവരുടെ മക്കളെ നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. വീട്ടിലൊരു ആവശ്യത്തിന് ഒരു സോഷ്യൽ ഫംഗ്ഷനും സമയം കണ്ടെത്താൻ പറ്റാത്ത ഡോക്ടർമാരുണ്ട്. കാരണം ഞാനൊരു മാരേജ് അറ്റൻഡ് ചെയ്താൽ ആ സമയത്ത് ഞാൻ ചെയ്യേണ്ട സർജറിക്ക് എനിക്ക് 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ഞാൻ ആലോചിക്കാം, ഓ റിസ നാളെ എന്നെ മാരേജിന് വിളിച്ചു, അവിടെ വന്നു കഴിഞ്ഞാൽ എന്നപ്പോ നമുക്ക് കിട്ടുക. അതിനേക്കാളും ആ 1 മണിക്കൂർ, ഇപ്പൊ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് 1 മണിക്കൂർ ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് 1 മണിക്കൂർ മാരേജിനും 3 മണിക്കൂർ നഷ്ടം. അങ്ങനെ കണക്കൂട്ടുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. അതങ്ങനെ ആയിപ്പോവും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. എല്ലാ ബിസിനസ്സുകാരെ പോലെയായിട്ട് മാറും. ജീവിതം തന്നെ ബിസിനസ്സാണ്. അതുകൊണ്ട് പ്രൊഫഷൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. ഇനി ഈ 3 സംഭവങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നത്. കാശും വേണം, പ്രസിദ്ധിയും വേണം, ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ പറ്റുക, കുറേ ജീവിതം പഠിക്കാൻ പറ്റുക. അങ്ങനെ കുറേ പഠിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറണമെങ്കിൽ കുറേ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയത്തിലുണ്ട്, ജഡ്ജിമാർക്കുണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ കേസാണ് വരിക. ഡോക്ടർമാരും സോഷ്യൽ സർവീസാണ്, ഓരോ ദിവസവും ഓരോ അസുഖമാണ് വരിക. അതുകൊണ്ട് ഇതിനൊക്കെ സോഷ്യൽ സർവീസ് എന്ന് പറയാം. ആരാണ് സോഷ്യൽ സർവന്റ് എന്ന് പറഞ്ഞാൽ? പക്ഷെ ഈ സോഷ്യൽ സർവന്റിന്റെ ഒക്കെ ഏറ്റവും അധിപനായിട്ടിരിക്കുന്ന സർവീസാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഒരു ജില്ലയിൽ എല്ലാ ഡോക്ടർമാരും അയാളുടെ കീഴിലാണ്, എല്ലാ മാഷന്മാരും അയാളുടെ കീഴിലാണ്, എല്ലാ ജഡ്ജും അയാളുടെ കീഴിലാണ്. കാരണം അയാളാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ ഉടനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കലക്ടർ പറഞ്ഞാൽ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അപ്പൊ അയാൾക്ക് മജിസ്ട്രേറ്റിന്റെ പവർ ഉണ്ട്. അപ്പൊ ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൊസിഷൻ, പവർ, നല്ല ശമ്പളം, അത് ആർക്കാവാൻ പറ്റും? ഏത് ഗ്രാജുവേറ്റിനും ആവാൻ പറ്റുന്നതാണ് സിവിൽ സർവീസ്. എന്ന് വെച്ചാൽ സിവിൽ സർവീസ് അത് മാത്രമെന്നല്ല, സിവിൽ സർവീസ് ഏത് ജോലി ചെയ്താലും സിവിൽ സർവന്റ് തന്നെയാണ്. ഡോക്ടറും സിവിൽ സർവന്റ് ആണ്, ഞാനും സിവിൽ സർവന്റ് ആണ്. ഞാൻ ആൾക്കാരെ സർവ് ചെയ്യല്ലേ. ഇപ്പൊ ഞാൻ റിസയോട് എന്റെ ഫീസ് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ സോഷ്യൽ സർവീസ് ചെയ്യുന്നവരൊക്കെ സിവിൽ സർവൻസ് ആണ്. പക്ഷെ സിവിൽ എന്ന് പറഞ്ഞാൽ സിറ്റിസൺ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണെങ്കിൽ അത് ഗവൺമെന്റ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളവർ സിവിൽ സർവൻസ് ആണ്. ഇപ്പൊ ഏത് പഠിച്ചാലും അങ്ങനെ ചെയ്യാം. എഞ്ചിനീയറിംഗിന് ശേഷം ചെയ്യാൻ പറ്റുന്നതാണ് IES. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. റിസൈൻ്റെ ഉള്ളിൽ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നല്ലപോലെ പഠിച്ചാല് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് മോക്ക്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ട്, എഴുതും പറയാം. ഓക്കെ, നല്ല കമ്മ്യൂണിക്കേഷനും ക്ലാരിറ്റി ഓഫ് തോട്ട്സും ആ ഇന്റലിജൻസും പഠിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, ഹയർ സ്റ്റഡീസും ഉണ്ടെങ്കിൽ ഉടനെ എബ്രോഡിൽ പോയിട്ട് ജോലി കിട്ടി നമുക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടിയിട്ട്, പക്ഷെ അവിടെ സോഷ്യൽ ലൈഫില്ല. അമേരിക്കയിൽ തൊട്ട അയൽവാസിയോട് കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല.
ഒരാളെ അടുപ്പിക്കാത്ത വർഗ്ഗമാണ് അവർ. അത് ഇന്ത്യക്കാരവിടെ പോയാലും ഇന്ത്യക്കാരുടെ കമ്മ്യൂണിറ്റികൾ തമ്മിൽ അന്യോന്യം അങ്ങനെയായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ അങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി മാത്രമാണോ അറിവാണോ എന്ന് ആലോചിക്കണം. ആ ഹയർ സ്റ്റഡീസ് എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് എത്രയും പറഞ്ഞത്. അത് ഡോക്ടർ ആയാലും ജഡ്ജായാലും എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾ പറയാൻ കാരണം ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹയർ സ്റ്റഡീസ്. ഓരോ ദിവസവും പുതിയ പുതിയ അറിവ് നേടുമ്പോഴാണ് ഹയർ സ്റ്റഡീസ്. അത് പുതിയൊരു ടെക്നോളജി വരുമ്പോൾ ഒട്ടനെ അത് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ ഹയർ സ്റ്റഡീസ് ആയി. വളരെ റെയർ ആയിട്ടേ മോളെ പോലെയുള്ള ഒരു കുട്ടി നമ്മൾ ജിമീറ്റിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ലിങ്ക് ഞാൻ ഉണ്ടാക്കണോന്ന് ചോദിച്ചു. ഇല്ലേ, ഞാൻ ഓരോ വാക്കും കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. 1000 സ്റ്റുഡന്റേ അങ്ങനെ ചോദിക്കുള്ളൂ എന്നോട്. നമുക്ക് മനസ്സിലായോ ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്? ഓരോ ലൈനും വായിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കുന്നറിയോ? കാരണം അതൊക്കെ ഒരാൾ അളക്കുന്ന അളവുകോലാണ്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. എൻ്റെ ഒരു ഇന്റർവ്യൂവിലും ഇതേപോലെ റിസർച്ച് ചോദിക്കാൻ വന്ന പോലെ ഒരു കുട്ടിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാല് അവരുടെ ആവശ്യം കൃത്യമായിട്ടത് വേണം. എപ്പോഴാ ലിങ്ക് അയക്കാന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെയല്ലല്ലോ മോള് ചോദിച്ചത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അത് ചില ആൾക്കാരുടെ ഒരു ഗുണം അതാണ്. സോ യു ഹാവ് ഇറ്റ്. അത് മോക്ക് സോഷ്യൽ സർവീസിനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. മനസ്സിലായോ? അത് പെട്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാം. ഇന്നലെ ഞാൻ പറഞ്ഞ ശാലിനി ആ ഇന്റർവ്യൂ കാണണം. അപ്പോൾ ആ ഇന്റർവ്യൂല് പിന്നെ ഞാൻ ഇരിക്കുന്ന ടേബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ടേബിളിൽ സ്പൂണ് തരുകയാണ്. സ്പൂണ് തരുമ്പോൾ സാധാരണ നമ്മൾ സ്പൂണിന്റെ താഴത്തെ ഭാഗം പിടിച്ച് മറ്റേ ഭാഗം അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഏത് ഭാഗം പിടിക്കേണ്ടത്? അതിന്റെ വക്കുള്ള ഭാഗം അല്ലെങ്കിൽ കുടിക്കാനുള്ള ഭാഗമല്ല പിടിക്കേണ്ടത്. അവരങ്ങനെയല്ല തരിക, നേരെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ തരും. എന്നുവെച്ചാൽ നമുക്ക് പിടിക്കേണ്ടത് ആ ഹാൻഡിലുള്ള ഭാഗമാണല്ലോ. അത്രയും പോലും നമ്മൾ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്ന ഒരാള്. ആ ശ്രദ്ധയാണ് അത്. അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പൊ ഞാനിപ്പോ റിസിയോട് പറയാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും, ഓ ഇവർക്ക് എന്നെ കുറിച്ച് ഇത്രയൊക്കെ ഞാൻ കംഫർട്ടബിൾ ആവണം എന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചു പിടിക്കണ്ട, അത്രയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് തരുന്നവർ. അതേപോലെ ഇന്ന് റിസ എന്നോട് ലിങ്ക് ഞാൻ അയച്ചു തരണോന്ന് ചോദിക്കുമ്പോ ഓ മനസ്സിലായോ? അപ്പൊ ആ സർവീസ് മോക്കുണ്ട്, അത് കളയരുത്. അത് വരാൻ കാരണം മോളുടെ ഉപ്പ ആ വളർത്തിയ വിധം, അല്ലെങ്കിൽ ഉമ്മയുടെ സോഷ്യൽ സർവീസ്. ഉമ്മ അടുത്തുണ്ടാവും ഇല്ലേ?